ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന കേട്ടോ. അതും ഞാനും കുട്ടാപ്പിയും മാത്രം, വേറെ ആരുമില്ല. എസ്റ്റർഡേ മൈ ഹസ്ബൻഡ് ടോൾഡ് മീ സോറി ഞാൻ ഇംഗ്ലീഷ് പറയുന്നില്ല, ഇനിയിപ്പം ബുദ്ധിയില്ല, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലാണ്ടായിപ്പോണ്ട. ലക്ഷിക്ക് എന്തോ പറയുന്ന കൂട്ടത്തിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടെങ്കിലും ഗ്രോസറിയിലൊക്കെ പോകാം. അപ്പോൾ കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ പിറ്റേന്നൊരു മെസ്സേജ് അങ്ങോട്ടങ്ങ് അയച്ച്, നിങ്ങൾ വരുമ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് തേടി വരണേ. കാരണം എൻ്റെ ഒരു ഊഹാപോഹത്തിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ വരുത്തിന് ഞാൻ കണ്ട ഒരു ഓർമ്മയിലാണേ പോകുന്നത്. ഇവിടെ വഴി തെറ്റിയാൽ പിന്നെ ചില സമയത്ത് നമ്മൾ അങ്ങ് കുടുങ്ങിപ്പോവും. അങ്ങനെ ആദ്യമേ താഴെ ലാൻഡാക്കിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒരൊറ്റ ആളുകളും ഇല്ല കേട്ടോ. ഇവൻ്റെ കൈ പിടിച്ച് പോയിക്കില്ലെങ്കിൽ ഇടങ്ങാറെന്തെന്ന് വെച്ചാൽ ഇവൻ വേറെ ഗ്രോസറിയിലും ഞാൻ വേറെ ഗ്രോസറിയിലും എത്തുക. ഇങ്ങനെ കൈപിടിച്ച് നല്ല അനുസരണയിൽ വരുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആഹാ എന്തൊരു നല്ല മോനെന്ന്. ഇങ്ങനെ ഇവൻ വരുന്നതിന് ഒരൊറ്റ കാരണമുള്ളൂ, ഇവിടെ എവിടെ ഒരൊറ്റ പൂച്ച പോലും ഇല്ല എന്നുള്ളത്. ആളുകളെല്ലാം പറഞ്ഞ് ഇവൻ വന്നതിന് ശേഷം പൂച്ചകളെല്ലാം ഒളിച്ചാളല്ലാന്ന് വേറൊന്നും കൊണ്ടല്ലോ. എനിക്ക് ഭയങ്കര മൃഗസ്നേഹമായതുകൊണ്ട് ഒരു സ്ഥലത്ത് മരിക തൊര്യത്തിൽ ഇരിക്കാൻ നമ്മേക്കല്ല. നമ്മൾ പോകുന്നവരൊരു വൈക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതെല്ലാം ഉണ്ടാവട്ടെ. എൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് മാഷാ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കാഴ്ച കണ്ട് ഈത്തപ്പഴത്തിനെല്ലാം കൂടി ആരോ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് നടത്തത്തിന് ശേഷം അത് ആ ഗ്രോസറി അങ്ങോട്ട് കാണുന്നത്. ഞാൻ വിചാരിച്ച് കുറേ നടക്കാനുണ്ട് എന്നാട്ടാ. അങ്ങനെ കുട്ടാപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ സ്റ്റെക്കായി. ഞാൻ വിചാരിച്ച് പഠിച്ചോനെ പൂച്ചേനടും കണ്ടോ, നോക്കുമ്പോൾ വേറൊന്നുമല്ല കേട്ടോ, അവൻ്റെ ഷൂവിൻ്റെ ഒരു ഇത് കഴിഞ്ഞുപോയി. അങ്ങനെ അവനക്ക് ഷൂ എല്ലാം റെഡിയാക്കി കൊടുത്തരും. അവൻ ടാറ്റ പറഞ്ഞിട്ട് വേറെ എവിടെയോ പോകാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, ഓനെ എടുത്ത് ഞാൻ കയ്യിൽ വെച്ച്. അങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവൻ ചിരിച്ചോണ്ട് പറയാം, ഹോ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം. അങ്ങനെ നമ്മൾ ഗ്രോസറിയിലേക്ക് എത്തി ഗൈസ്. ഞാൻ അന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവിടെ മലയാളി ആയിരിക്കണേ എന്നാണ്. വേറെ ഏതെങ്കിലും ഭാഷക്കാരനാണ് ഞാൻ പെട്ടുപോകും. അങ്ങനെ ഉള്ളിക്കാരിയെ ഞാൻ കുട്ടാപ്പിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വടിവാളെടുത്ത് കൈ കൊടുത്തട്ടാ. ഈ മാർഷ്മെല്ലോണ്ട് വലിയ റേറ്റ് എടുത്തിട്ട് അവൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. അങ്ങനെ ഓൻ ആ വടിവാൾ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ ബോൾ പോലത്തെ സാധനം മതി, അത് എനിക്കിഷ്ടമാണ്. ഇതെന്തോ കാര്യത്തിന് മൂപ്പർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ. അങ്ങനെ ഇവനെ ഞാൻ താഴെ ഇറക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം സംഭവിച്ചേട്ടാ. ഈ പൂച്ച ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ജീവൻ വേണേ പോടുന്ന്, കേട്ടില്ല. ഓൻ അടുത്ത് വന്നേരം പൂച്ചക്ക് കാര്യം പിടിയിട്ട് ഒരറ്റോട്ടം. ഇനിയിപ്പോൾ കൊന്ന എൻ്റെ ഓടി വരില്ല കേട്ടോ. ആ പൂച്ച എവിടെ പോകുന്നത് നോക്കിയിട്ട് അതിൻ്റെ വേഗം തന്നെ പോവും. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആ പൂച്ച എൻ്റെ വേഗം തന്നെ പോകുന്നാട്ടാ. അങ്ങനെ നമ്മൾ ഇവനെ എടുത്തിട്ട് നേരെ നടന്നാട്ടാ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ഇവനെ വാതിൽ തുറന്ന് ഇവിടെ വെച്ചരോം പറയാം നമുക്ക് ഒന്നും കൂടിയും പോയാലോ. ഞാൻ പറഞ്ഞു നടക്കടകത്ത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് വാങ്ങിയ ഐറ്റംസ് ആട്ടാ ഇതൊക്കെ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു പോകുന്നതിൻ്റെ മുന്നേ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ അങ്ങ് ചെയ്യട്ടെ. ഇന്നലെ എൻ്റെ ഓൻ പറയും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കും ഫോൺ ഉപയോഗിക്കുന്ന അറിഞ്ഞൂടാന്ന്. അപ്പം നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കണം. എന്ത് ഉദ്ദേശിച്ചത് പറഞ്ഞതെന്ന് എനിക്ക് തരുന്നില്ല. അപ്പോൾ ഓക്കെ ബൈ.